ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാഴൂർ തെക്കിയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. വലപ്പാട് കോതകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവും, ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവും മരിച്ചു. ചേലക്കരയിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. പത്തുകുടി സ്വദേശി മുഹമ്മദ് ഇസ്മയിലാണ് മുങ്ങി മരിച്ചത്. അവണിശ്ശേരി തിരുവാഞ്ചിറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. വഴിപാടിനത്തിൽ മാത്രമായി ലഭിച്ചത് 70 ലക്ഷത്തിലധികം രൂപ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നിലനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അവസാനിക്കും. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാഴൂർ തെക്കിയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി വേളൂക്കര ഗോപിയാണ് മരിച്ചത്. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ചാഴൂർ തെക്കേ ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപറ്റി. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം തട്ടുകടയുടെ മുൻപിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടയിലാണ് കാർ പാഞ്ഞു കയറിയത്. ഗോപിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോട്ടറി കച്ചവടക്കാരനായ അന്തോണി, ശ്രീധരൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ചേലക്കര ലിസിയു കോളേജിന് സമീപത്തുള്ള ഗ്ലാസ് കടയുടെ മുൻപിലേക്കാണ് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചു കയറിയത്. കോയമ്പത്തൂരിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്തിരുന്ന 5 പേരിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. വലപ്പാട് കോതകുളത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. നാട്ടിക ബീച്ച് എരണയെഴുത്ത് 35 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. പന്നിത്തടം നീണ്ടൂർ സ്വദേശി ചെമ്പ്രയൂർ വീട്ടിൽ മൊയ്തീന്റെ മകൻ റസാഖാണ് മരിച്ചത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് ബസ്സിന് പുറകിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന റസാഖ് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന വാഹനത്തെ കണ്ടു വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് മറയുകയായിരുന്നു. റസാഖ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കരയിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ചേലക്കര പത്തുകുടി പുത്തൻപുരയിൽ ബഷീറിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് ഇസ്മയിലാണ് മുങ്ങി മരിച്ചത്. പരക്കാട് കൃഷി ഫാമിന് സമീപത്തുള്ള കുളത്തിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കുന്നതിനിടയിലാണ് അപകടം. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അവണിശ്ശേരി തിരുവാഞ്ചിറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 24 വയസ്സുള്ള മണികണ്ഠനാണ് മുങ്ങി മരിച്ചത്. ഒല്ലൂരിലെ സെൽവ ഗോൾഡ് കവറിംഗ് കടയിലെ ജീവനക്കാരനാണ് മരിച്ച മണികണ്ഠൻ. കടയിലെ മറ്റ് ജീവനക്കാരോടൊപ്പം വൈകിട്ട് കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. വൈശാഖമാസം സമാപിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. എന്നാൽ തുടർച്ചയായ 2 അവധി ദിവസം വന്നതാണ് തിരക്കേറുവാൻ ഇടയാക്കിയത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർ ദർശനം നടത്തിയത്. വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കുവാനും തിരക്ക് അനുഭവപ്പെട്ടു. 22,30,020 രൂപയാണ് നെയ്വിളക്ക് വഴിപാടാക്കിയ വകയിൽ ദേവസ്വത്തിന് ലഭിച്ചത്. 70,73,921 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രമായി ഞായറാഴ്ചത്തെ വരുമാനം. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിരുന്നു. 62 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 764 കുട്ടികൾക്ക് ചോറൂൺ നൽകി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും.
52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി അവസാനിക്കും. ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെ നേരിട്ടും അനുബന്ധ മേഖലകളെ പരോക്ഷമായും ബാധിക്കും. തീരദേശത്തെ പ്രധാന തൊഴിൽ രംഗമാണ് മത്സ്യസംസ്കരണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ. ഐസ് പ്ലാന്റുകളിലെ തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഇടനിലക്കാർ, വിതരണക്കാർ, സംസ്കരണ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മത്സ്യക്ഷാമം രൂക്ഷമായിരുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും യാനങ്ങൾ കടലിലിറങ്ങിയിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കാർമൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, PC ബിജു, മായ ശിവദാസ്, KP ജെയിംസ്, VB അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെയാണ് മോഷ്ടാവ് ആയുധവുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ചന്ദ്രാപിനിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ചന്ദ്രാപിനി GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ചില്ല് തകർന്നു വീണത്. ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും പറവൂരിലേക്ക് പോയിരുന്ന ബസിന്റെ ചില്ലാണ് തകർന്നത്. ഗുരുവായൂർ കാവീട് ക്ഷേത്രവളപ്പിലെ മരം കടപുഴകി വീണു. കാവീട് മന്ദാരം റോഡിൽ മരക്കാത്ത് ദേവീക്ഷേത്ര വളപ്പിലെ മരമാണ് കഴിഞ്ഞ ദിവസം രാത്രി കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു. ക്ഷേത്രത്തിന്റെ സ്ലാബും മതിലും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ, NCP മണ്ഡലം പ്രസിഡന്റ് ബെന്നി ദാസ് തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സേവ്യർ ചിറ്റരപ്പള്ളി MLA M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 122 മണി DA, 121 സുരേഷ് PS, 124 PE ബാബു. ഓൺലൈൻ സർവീസ് മേഖലയെ അവശ്യ സർവീസായി അംഗീകരിക്കണമെന്ന് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന IDPWOA തൃശൂർ ജില്ലാ കൺവെൻഷൻ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ മേഖലയിലെ സംരംഭകർക്കും തൊഴിലാളികൾക്കും IT ക്ഷേമനിധി നടപ്പിലാക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത് അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സൽമ ഭായ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട്, അഷ്റഫ് പെരുമ്പാവൂർ, സുനീഷ് വയനാട് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആവേശമാക്കി ചാവക്കാട് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ചാവക്കാട് ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും വർണ്ണക്കാവടികളും അകമ്പടിയായ പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, പ്രതീഷ് ഐനിപ്പുള്ളി, ബോഷി ചാണാശ്ശേരി, സുമേഷ് തേർലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കരയിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ അധികാരമേൽക്കൽ ചടങ്ങിന്റെ ഭാഗമായാണ് ചേലക്കരയിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ചേലക്കര മുഖാരിക്കുന്ന പ്രദേശത്തു നിന്നും ആരംഭിച്ച പ്രകടനം ചേലക്കര പഞ്ചായത്ത് പരിസരത്തും തിരിച്ച് ടൗണിലുമെത്തിയാണ് സമാപിച്ചത്.
ജില്ലാ പഞ്ചായത്ത് മാള ഉപജില്ലാ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ ഷാൻഡി, വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡെയ്സി തോമസ്, ബിന്ദു ബാബു, PV വിനോദ്, റോമി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഹരിതം പദ്ധതിക്ക് തുടക്കമിട്ടു. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന ഹരിതം പദ്ധതി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. KL ആന്റണി അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്, ശ്രേയ R നായർ, KS സൃഷ്ടിമ, ജോസഫ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിലെ കടവരാന്തയിൽ അവശനിലയിൽ കിടന്നിരുന്ന വയോധികന് ജീവകാരുണ്യ പ്രവർത്തകർ തുണയായി. പാലക്കാട് സ്വദേശി 75 വയസ്സുള്ള പെരുമാളിനെയാണ് പാലയൂർ ഇമാനുവൽ ജീവകാരുണ്യ പ്രവർത്തക സമിതി ഡയറക്ടർ CL ജേക്കബിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലാക്കിയത്. വർഷങ്ങളായി ഗുരുവായൂരിൽ ഹോട്ടലുകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു പെരുമാളിന്. 4 മാസം മുൻപ് ബൈക്ക് ഇടിച്ച് പരിക്കേറ്റിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഇയാൾ ബസ് സ്റ്റാൻഡിലാണ് കിടന്നിരുന്നത്. ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയതോടെ സമീപത്തെ കടവരാന്തയിലേക്ക് മാറി. സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ദിവസവും ഭക്ഷണം നൽകിയിരുന്നത്. കൂടുതൽ അവശനായതിനെ തുടർന്ന് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെയും ആക്സ് പ്രവർത്തകരുടെയും സഹായത്തോടെ ജേക്കബ് ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസ്, നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരായ രതീഷ് കർമ്മ, CL ബെന്നി, ആക്സ് വോളണ്ടിയർ PK സാബിർ എന്നിവരും ജേക്കബിനൊപ്പം ഉണ്ടായിരുന്നു. പൂമല ഡാമിലെ ജലനിരപ്പ് 27 അടി 6 ഇഞ്ചായി ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കുന്നതിന് മുൻപുള്ള ഒന്നാംഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കാമെന്നതിനാൽ മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MLA പ്രതിഭാ പുരസ്കാരം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തലൂർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തുടങ്ങിയവർ പങ്കെടുത്തു. തുടങ്ങിയിട്ടുള്ള എല്ലാ പാസ്സായ കുട്ടികളെയും ഇവിടെ പ്രത്യേകമായി നമ്മൾ അനുമോദിക്കുകയാണ്. ഈ ലെവലിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് എരുമപ്പെട്ടി കരിയന്നൂർ ബാറിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. മരത്തങ്കോട് വെള്ളിത്തിരുത്തി അകഴിപ്പുറത്ത് തെക്കൂട്ടയിൽ വീട്ടിൽ പ്രദീപിനാണ് പരിക്കേറ്റത്. പ്രദീപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിലെതിരെ വന്നിരുന്ന ബൈക്ക് അപ്രതീക്ഷിതമായി ബാറിലേക്ക് തിരിച്ചതാണ് അപകടത്തിന് കാരണം. പ്രദീപിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേ കാരമുക്ക് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവലിക്ക് ഫാദർ സിജോ മുരിങ്ങാത്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡൈജോ പുറത്തൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ആന്റണി തട്ടിൽ സഹകാർമ്മികനായി. വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, ജനറൽ കൺവീനർ രാജു പള്ളിക്കുന്നത്ത്, ജോയിന്റ് കൺവീനർ എൽജോ ഫ്രാൻസിസ്, പബ്ലിസിറ്റി കൺവീനർ മാർട്ടിൻ തോമസ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പുറനാട്ടുകര വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാദരമായി. വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, കൈക്കാരന്മാരായ തോമസ് ചിറ്റിലപ്പള്ളി, ജോൺസൺ പേരാമംഗലം, ജോയ് ചാലക്കൽ, ജനറൽ കൺവീനർ ബാബു ചിറ്റിലപ്പള്ളി, ലോറൻസ് പേരാമംഗലം എന്നിവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിയുക്ത ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ നന്ദി പ്രകടന പര്യടനം നടത്തി. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനത്തിന് കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂർ, ചിറങ്കരയിൽ നിന്നുമാണ് തുടക്കമായത്. മായന്നൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മുൻ MLA UR പ്രദീപ്, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA ബാബു, KV നഫീസ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച നാട്ടിലെ പ്രമുഖരായ വോട്ടർമാരോടും നല്ലവരായ രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും അതുപോലെ തന്നെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരോടും ഞാൻ പ്രത്യേകമായുള്ള നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ്.
ഇനി വാണിജ്യം. MBA പ്രവേശന പരീക്ഷാ രംഗത്ത് മിന്നും വിജയവുമായി ടൈം തൃശൂരിന്റെ ജൈത്രയാത്ര തുടരുന്നു. CAT 23 പരീക്ഷാ വിജയികളായ ടൈമിലെ വിദ്യാർത്ഥികളെ തൃശൂരിൽ അനുമോദിച്ചു. 2023 CAT പ്രവേശന പരീക്ഷയിൽ ടൈം തൃശൂരിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ പ്രവേശനം നേടിയ 42 വിദ്യാർത്ഥികളെയും മറ്റ് ഉന്നത MBA കോളേജുകളിൽ പ്രവേശനം നേടിയ 100-ൽ പരം വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. തൃശൂരിലെ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈം സീനിയർ ജനറൽ മാനേജർ ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് സുശീൽ തോമസ് മുഖ്യ അതിഥിയായിരുന്നു. ടൈം തൃശൂർ ഡയറക്ടർ ഡിജു ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. പരിചയസമ്പത്തും ഉയർന്ന വിജയശതമാനം കൊണ്ടും CAT പ്രവേശന പരീക്ഷയിൽ ഓരോ വർഷവും മികച്ച വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്ന ടൈം തൃശൂരിലെ ഇതര മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുകയാണ്. ബാങ്ക്, SSC, റെയിൽവേ, ഇൻഷുറൻസ് കമ്പനി അടക്കമുള്ള സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായും +1, +2 വിദ്യാർത്ഥികൾക്കായുള്ള IPM, CLAT എന്നീ പരീക്ഷകൾക്കായും വിദ്യാർത്ഥികളെ സജ്ജരാക്കി കഴിഞ്ഞ 32 വർഷത്തോളമായി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. CAT 24-25 പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അനുയോജ്യവും സൗകര്യപ്രദവുമായ സൺഡേ റെഗുലർ ബാച്ചുകൾ സജ്ജീകരിച്ച് ടൈം കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ടൈം ഓഫീസിന്റെ കരിയർ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 8086440033. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാഴൂർ തെക്കേയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. വലപ്പാട് കോതകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവും, ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവും മരിച്ചു. ചേലക്കരയിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. പത്തുകുടി സ്വദേശി മുഹമ്മദ് ഉസ്മയിലാണ് മുങ്ങി മരിച്ചത്. അവണശ്ശേരി തിരുവാഞ്ചിറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. വഴിപാടനത്തിൽ മാത്രമായി ലഭിച്ചത് 70 ലക്ഷത്തിലധികം രൂപ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അവസാനിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.